കുറച്ച് തീ തരട്ടെടാ. ആരാ ഇത്? അമ്മായി ഗംഗ. എടാ, അങ്ങ് രക്ഷപ്പെട്ടുകളെന്ന് കരുതിയോ? എടാ, നീയൊക്കെ എങ്ങോട്ട് ഓടിയാലും ശരി, ഈ ജയപാലിന്റെ റഡാറുണ്ടടാ നിന്റെയൊക്കെ തലയ്ക്ക് മുകളിൽ. ജയപാലിന്റെ റഡാർ. അയ്യോ, നമസ്കാരം. ജയപാലനാന്നേ. എന്താരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ആരാ അയാള്? അയ്യോ, പറഞ്ഞുകൊട്. ജയപാലൻ ഞങ്ങളുടെ അച്ഛനെ കൊന്നതും അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തതും സ്നേഹിച്ച് വഞ്ചിച്ചതൊക്കെ ഇയാളാ. ഞങ്ങളെ ഈ അവസ്ഥയിൽ ഇവിടെ കൊണ്ടു നിർത്തിയത് ഇയാളാ. അതെ, ഈ പറഞ്ഞതൊക്കെ ഞാനങ്ങ് സമ്മതിച്ചെന്നാ കുഴപ്പമൊന്നുമില്ലല്ലേ? ഞാനാ ഈ കഥയിലെ വില്ലൻ, ജയപാലൻ. ഇവരീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമൊന്നും അല്ല, അതുക്കും മേലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവർക്ക് അറിഞ്ഞൂടാ. പാവം കുട്ടികളാന്നേ. ചീത്ത പേര് കുറെ അയക്കാൻ നോക്കേണ്ടതേ ഞാൻ തന്നെ ആയി പോയില്ലേ? അതുകൊണ്ടാ ഇത്രയും ദൂരം മെനക്കെട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതേ. ഇതുങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ. ജീവിക്കാൻ സമ്മതിക്കല്ലേ ജയപാല? നീ പോലീസിനെ വിളിക്കും ഞങ്ങള്. വിളിക്ക്, പോലീസിനെ വിളിക്ക്, പട്ടാളത്തിനെ വിളിക്ക്, നേവിയെയോ എയർഫോഴ്സിനെ ഒക്കെ വിളിക്ക്. ജയപാലം ഒറ്റയ്ക്ക് മതി. ഇവിടുന്നേ ഒരിഞ്ച് അനങ്ങത്തില്ല. ചക്ക, സ്ഥാവര ജംഗമങ്ങളെല്ലാം എടുത്ത് ഈ പെണ്ണുങ്ങളെയും പറക്കി കൂട്ടി ഇപ്പൊ ഇവിടുന്ന് അറിയിക്കോ. ഇല്ലെങ്കിലേ നിന്റെ നട്ടല്ലൊടിച്ച് വിടും ഞാൻ.